ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈസ്റ്റർ ദിനമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച ദിവസം ആരൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്നാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്ന വാഴ 2 ആയിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം വമ്പൻ കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. അതേസമയം മാർച്ച് 19 തിയേറ്ററിലോട്ട് എത്തിയ ആട് 3 ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ്. ഈസ്റ്റർ ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ വലിയൊരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടില്ല. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നേ. ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ 100 കോടി പിന്നിട്ട ചിത്രം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ഇടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 18ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1 കോടി 13 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 118 കോടി 32 ലക്ഷം രൂപ സ്വന്തമാക്കി. ഓവർസീസിൽ നിന്നായിട്ട് 61 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം കേരള ബോക്സ് ഓഫീസിനും 50 കോടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രം ഏകദേശം 57 കോടി 32 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്തുന്നറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്ത ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിട്ടാണ് എത്തിയത്. മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ടാണ് ചിത്രം മാറുന്നത്. ഏകദേശം 25 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇപ്പോഴത്തെ 11ാം ദിവസമായിട്ടുള്ള ഈസ്റ്റർ ദിനത്തിൽ ഏകദേശം 25 ലക്ഷം രൂപയോളം മാത്രമാണ് കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 8 കോടി 18 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ കേരള കളക്ഷനായിട്ട് ഏകദേശം 5 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ മാർച്ച് 10 തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ദുരന്തർ 2 എന്ന് പറയുന്ന സിനിമ. 2025 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന് വേണ്ടി ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വൻ വരവേൽപ്പിനെയാണ് ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതും. ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ദിനം പ്രതി കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 18ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഈസ്റ്റർ ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 27 കോടി 25 ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള ഇന്ത്യൻ സിനിമയിലെ സകല റെക്കോർഡും ഭേദിച്ചാണ് ദുരന്തർ 2 മുന്നേറുന്നത്. എന്തൊക്കെയാണ് ഇനി ഉടൻ തന്നെ ഡങ്കലിന്റെ റെക്കോർഡും ചിത്രം ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. ചിത്രം 1605 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 1213 കോടി സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 392 കോടി രൂപയെ സ്വന്തമാക്കി. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഒരുപക്ഷെ ചിത്രം ഡങ്കലിന്റെ വരെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു വാഴ. സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിലുള്ള ഇതുവരെയുള്ള സകല റെക്കോർഡും ഭേദിക്കുന്ന ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രമെത്തിയ ഒരു പുതുമുഖ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ കൂടിയാണ് ചിത്രം ഈസ്റ്റർ ദിനത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 8 കോടി 55 ലക്ഷം രൂപയാണ് ചിത്രം ഈസ്റ്റർ ദിനത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിന് മാത്രം 8 കോടി പിന്നിടുന്ന ചിത്രം ഇതുവരെയുള്ള ലാലേട്ടന്റെ റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് ചിത്രം മുന്നിട്ട് നിൽക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 67 കോടി 6 ലക്ഷം രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ടും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 30 കോടി 16 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഓവർസീസിലും വലിയൊരു തരംഗം സൃഷ്ടിച്ച ചിത്രമാണ് ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ആദ്യ വീക്കിൻ്റെ തന്നെ ആദ്യ വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ 100 കോടി അടിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലെത്തിയ ചിത്രങ്ങളുടെ നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വരും ദിവസങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.